ഇവിടെയുള്ള ഹൈമാസ് ലൈറ്റ് അല്ലാണ്ട് വേറെ എന്ത് വികസനമാണ് ഇവിടെ എം പിമാർ കൊണ്ടുവന്നിട്ടുള്ളത്? ജനങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? പറഞ്ഞു. ഒരു ഗുണമില്ല, ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം MLA-മാരെ കൊണ്ട് മന്ത്രിമാരെ കൊണ്ട് ഒരു പ്രയോജനവും ജനത്തിന് ഒരു പ്രയോജനം. ഇപ്പം ജനവിധി ചോദിച്ചേക്കണം ചാലക്കുടി മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കണോ വേണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചേക്കണത്. നമ്മളടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും ദൂർത്തടിക്കുക, ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാറ് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഉദ്യോഗസ്ഥ കമ്മീഷൻ മേടിക്കുക എന്ന് പറയുന്ന നാറിത്തരത്തിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്നിട്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ വകുപ്പും ന്യായവും എനിക്കറിയാവുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ പിടിച്ച് 353 കേസെടുത്ത് കഴിയുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രതികരിക്കുന്ന ശൈലി ഇനി അങ്ങോട്ട് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഞാൻ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വകുപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി. ഞാൻ ഇനി ശക്തമായിട്ട് തന്നെ നിൽക്കാനാണ് എൻ്റെ തീരുമാനം. ഇപ്പം എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സാധാരണക്കാരൻ ഒരു സർക്കാർ ഓഫീസിൽ കയറണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ മൊബൈലിൽ ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീക്കി. ചേട്ടൻ സർക്കാർ ജീവനക്കാരനാണ്. അതെ അല്ലേ? അതെ. ഏതോ മണ്ണ് സംരക്ഷണ വകുപ്പിൽ ചേട്ടനൊക്കെ വണ്ടി തടയാൻ പോവുകയും മണ്ണ് പിടിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരം കൊടുക്കുന്ന പരിപാടിയാണ് 353. അതെ അല്ലേ? ഞാൻ ചെന്നപ്പോൾ എൻ്റെ വണ്ടിക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ചേട്ടനടക്കം പലരും കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും പലപ്പോഴായിട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയോ? അത് പിന്നെ ആ ചോദ്യത്തിനോട് പ്രസക്തിയില്ല. കാരണം എന്താ പറയുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഔദ്യോഗികപരമായിട്ടുള്ള കൃത്യനിർവഹണമാണോ നടന്നതെന്ന് ആദ്യം പരിശോധിക്കണം. അത് ഈ ബോസ്കോ കളമശ്ശേരി എന്നല്ല, മറ്റൊരാൾ ചെന്നാൽ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന രീതിയിലല്ലല്ലോ അവിടെ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ കയറി വന്ന് എനിക്ക് കിട്ടേണ്ട അവകാശം ഞാൻ ചോദിച്ചാൽ ചേട്ടൻ എനിക്ക് തരാൻ ബാധ്യതയുണ്ട്. ഉറപ്പായിട്ടും 2012 സേവനാവകാശ നിയമം കേരളത്തിലും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതെ. ഞാൻ ചേട്ടൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് ചേട്ടനെ ഞാൻ ചെകളം പൊത്തി ഒരെണ്ണം അങ്ങോട്ട് തന്ന ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ ഞാൻ ആ ടേബിളും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ബാക്കി എല്ലാം മറച്ചിട്ട് താഴ്ത്തിട്ട് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അതിന് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ ഇനിയൊരു കാര്യം കൂടിയുണ്ട്. അത് സർക്കാർ ഓഫീസാണെന്നുള്ള ഒരു അവകാശവാദം. സർക്കാർ ഓഫീസിൽ വന്നാൽ പരാതിക്കാരന് ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? ഉറപ്പായിട്ടും. നിൽക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് കസേര ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഉണ്ടായില്ലോ. ഇല്ല ഇല്ല. ഞാൻ പിന്നെ കസേര എടുക്കാണ്ട് ഞാൻ തറയിലിരിക്കണമായിരുന്നോ? പാടില്ല. നമുക്ക് ഇരിക്കണമല്ലോ. എനിക്കിരിക്കണ്ടേ? ഇരിക്കണം. ഇപ്പം സർക്കാർ ഓഫീസിൽ പരാതിക്കാരൻ ചെല്ലുമ്പോൾ കസേരയായിട്ട് ചെല്ലേണ്ട അവസ്ഥയാണോ? അതെ. പിന്നെ ഞാൻ ഇരുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഒന്ന് പറയാവോ? ഞാൻ ആ വീഡിയോ കണ്ടതിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയായി ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ അവർ കാണിക്കേണ്ട മര്യാദകളൊന്നുമല്ല കാണിച്ചിരിക്കണം. കാര്യം ഒരു സർക്കാർ ഓഫീസ് എന്ന് പറയണത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന നമ്മുടെ സർവൻ്റാണ്. സർ എന്ന് വിളിക്കുന്ന ഷോർട്ട് ഫോമാണ്, സർവൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് സർ. അപ്പോൾ ഒരു പബ്ലിക് വരുമ്പോൾ, ഒരു ജനം വരുമ്പോൾ, പരാതിയായിട്ട് അവരുടെ ആവലാതികൾ വരാൻ വരുമ്പോൾ അവരെ ആദ്യം ഇരുത്തുക, എന്നിട്ട് വേണം യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇരിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം തന്നെ നിങ്ങളുടെ ആവലാതി എന്താണ്, നിങ്ങളുടെ പരാതി എന്താണ്, ഇതാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇവിടെ അതല്ല കണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓഫീസിൻ്റെ അകത്ത് പോലും പ്രവേശിക്കുന്നില്ല. അദ്ദേഹം വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന അയാൾക്ക് ഇരിക്കാനൊരു കസേര പോലും കൊടുക്കാതെ നിഷേധിച്ചപ്പോൾ ശരിക്കും അതൊരു അവഗണന തന്നെയാണത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു കസേരയിൽ വാദിക്കുകയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം നേടാൻ വേണ്ടിയാണ്. അതിന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അതുപോലെ വഴി തടസ്സപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോയിട്ടില്ല. അദ്ദേഹമായിട്ട് എന്തിനു പറയണം, ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നൊരു വ്യക്തിയെ ഇത്തരത്തിലൊരു കള്ളക്കേസിൽ കൊടുക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ കള്ളക്കേസാണ്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഏറ്റവും അവസാന തടവാണ് ജനങ്ങൾക്ക് മേലിലും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ മേലിലും നീതിന്യായം ചോദിക്കാൻ വരുന്ന ഒരു വ്യക്തിയുടെ നേരെ എടുത്തെറിയുന്ന അവസാനത്തെ ആയുധമാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയുമ്പോൾ കേസെടുക്കുമ്പോൾ കേസ് ഇല്ല, തെളിഞ്ഞില്ല എന്നൊക്കെ വരുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രോഫി ഉണ്ട്, ഇല്ലേ? അതെന്താണ്? പക്ഷെ പലപ്പോഴും അത് ട്രോഫി ഞങ്ങൾക്ക് തരാറില്ല, തിരിച്ച് തരാറില്ല. ഉണ്ടെങ്കിലില്ലേ ഇത് ആവർത്തിക്കത്തില്ല. ഒരിക്കലും ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? ആ ജോലിയൊക്കെ പോയി വീട്ടിലിരിക്കും, ഇല്ലേ? മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് ആ വീട്ടിലിരുന്ന് ഇനിയുള്ള കാലത്തെങ്കിലും മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കും, മോനെ എനിക്ക് കിട്ടിയ പണി ഇതാണ്, അത് മറ്റുള്ളവന്
ഇനിയെങ്കിലും നിങ്ങൾ ആലോചിച്ചും കണ്ടും വേണം കൊടുക്കാനായിട്ട്. അതിന്റെ പാരമ്പര്യം പോട്ടെ, അദ്ദേഹത്തിന് ഇത്തരത്തില് ബോസ്കോ കളമശ്ശേരിക്ക് അങ്ങനത്തെ ഒരു മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള സർക്കാർ ജീവനക്കാരെങ്കിലും അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു പൊതുജനത്തോട് എങ്ങനെ പെരുമാറണമെന്നൊരു മാതൃക ഉറപ്പായിട്ട് ഞാൻ ആ വീഡിയോ കണ്ടതിൽ വെച്ച് നല്ല നിയമപരമായി നീതിപരമായി ഈ ബോസ്കോ കളമശ്ശേരിക്കിടെ അദ്ദേഹത്തിന് നീതി മേടിച്ച് കൊടുക്കുമെങ്കിൽ ഇനിയുള്ള സർക്കാർ തലമുറ പഠിച്ചിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള 2.25 ലക്ഷം പേർക്ക് RC ബുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളതല്ലേ, എന്തും പറഞ്ഞിട്ട്. ഞാനൊരു യൂസ്ഡ് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 10 ദിവസത്തിനുള്ള RC പ്രിന്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് RC അയച്ചു തരണം എന്നാണ് ചട്ടം. ഉറപ്പായിട്ടും അല്ലേ? എനിക്ക് സൗകര്യമുള്ളപ്പോൾ തരാമെന്നല്ലല്ലോ പറഞ്ഞേക്കണം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളപ്പോൾ അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണ്ടേ? വേണം. അതിൻ്റെ മറുപടി രേഖാമൂലം കൊടുക്കാൻ തയ്യാറാവണം. ഇപ്പോൾ സാധാരണക്കാരൻ ഒരു സർക്കാർ ഓഫീസിൽ കയറണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ മൊബൈൽ ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീക്കി. നിങ്ങളടക്കമുള്ള നിങ്ങളെപ്പോലെയുള്ള സർക്കാർ ജീവനക്കാർ തന്നെയാണ് ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒക്കെ 353 എടുത്ത് പ്രയോഗിച്ചു തുടങ്ങിയത് ഇല്ലേ? വില തന്നെ കളഞ്ഞത് സർക്കാർ ആണ്. ഇതുപോലെയുള്ള പ്രവൃത്തികൾ സാധാരണക്കാരൻ വന്നൊരു കാര്യം ചോദിക്കുമ്പോൾ 353 എടുത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 353 പ്രയോഗിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നേ. ഉറപ്പായിട്ടും അദ്ദേഹം എത്രയോ ദിവസം നടന്നിട്ടായിരിക്കും അദ്ദേഹത്തിന് വിഷമം തോന്നി അവിടെ പോയി ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു കുറച്ച് പേര് കൂടി അതേപോലെ പ്രതികരിക്കാൻ ഈ രാജ്യത്തുണ്ടെങ്കിൽ, ഈ നാട്ടിലുണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേപോലത്തെ ഔദ്യോഗിക ആ ഒരു വൃത്തികെട്ട വാക്ക് അല്ല ആ വകുപ്പ് ഉണ്ടാകിയല്ല. ചേട്ടൻ സർക്കാർ ജീവനക്കാരനാണ്. അതെ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം. ഇപ്പോൾ ചേട്ടൻ അവിടെ ഡ്രൈവർ പോസ്റ്റായിരുന്നു അല്ലേ? ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ കയറി വന്ന് ബഹളം ഉണ്ടാക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി, ഇനി പോട്ടെ, ഞാൻ ആ ടേബിൾ ഞാൻ എടുത്ത് താഴ്ത്തിട്ട് തല്ലി പൊട്ടിച്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ച് ആര് പരാതി കൊടുക്കണം? അതവിടുത്തെ ഓഫീസർ ആരാണോ, അതായത് തലവൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഡയറക്ടറാണെങ്കിൽ ഡയറക്ടർ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അവിടെ ആരാണോ മുതിർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് അതിന് കംപ്ലൈന്റ് ചെയ്യേണ്ടത്. ആണല്ലോ. അടുത്ത പിയൂണും ക്ലർക്കും ഒന്നുമില്ല. ക്ലർക്കിന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടന് കൊടുക്കാൻ പറ്റുമോ പരാതി? ഔദ്യോഗിക ഞാൻ ചേട്ടനെ പിടിച്ച് ചകളം പൊത്തി പറഞ്ഞ് തന്ന ചേട്ടൻ എൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ പറ്റും. അത് അല്ല, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നല്ല പറയാ, കയ്യേറ്റം ചെയ്തു. ഞാൻ ഔദ്യോഗിക സ്ഥാനത്ത് ജോലി ചെയ്ത് വരവേ എന്നെ അദ്ദേഹം മർദ്ദിക്കണമെന്നുള്ള ഗൂഢാലോചനയോട് കൂടി വന്ന് എന്നെ കരണക്കുറ്റിക്കോ അല്ലെങ്കിൽ എൻ്റെ ചകളം പൊത്തിയിട്ടോ അല്ലെങ്കിൽ നെഞ്ചത്തിട്ട് ചവിട്ടിന്നോ എന്താന്ന് വെച്ചാൽ പരാതി കൊടുക്കാം. അത് പേഴ്സണലാണ് കേസ് അല്ലേ, ഒഫീഷ്യലല്ല. ആ കൊടുത്ത എൻ്റെ പേരിൽ കൊടുത്ത പരാതി ആരാ? ക്ലർക്കാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനത്തിൽ ചേട്ടനറിയാലോ, സർക്കാർ ജീവനക്കാരനല്ലേ? ക്ലർക്കിനാണോ വില അതോ ഓഫീസർക്കാണോ വില? ആണാ? അല്ലാണ്ട് ക്ലർക്ക് മറ്റേ പാർട്ടിയുടെ പരിപാടിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോണോണ്ട് കിട്ടിയ ഔദാര്യമൊന്നും അല്ലല്ലോ. ഒരു കാര്യം ഉറപ്പായില്ലേ, അവിടെ ഓഫീസറെ വരെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ ക്ലർക്കാണെന്നപ്പോൾ മനസ്സിലായി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ സർവ്വ അധികാരി ആരാണെന്നറിയാമോ? അതാദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അറിയാൻ പാടില്ലാത്തൊരു കാര്യം അതാണ്. ഇവരെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾ വെച്ചിരിക്കുന്ന വേലക്കാരാണ്. ശരിക്കും ഇവിടുത്തെ സർവാധികാരി എന്ന് പറയുന്ന താങ്കളെപ്പോലെ ഈ ഇരിക്കുന്ന ജനമാണ് സർവാധികാരി. ജനങ്ങൾ എൻ്റെ ജോലിക്കാരാണ്, ഞങ്ങളുടെ ജോലിക്കാരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കം 20 മന്ത്രിമാരും നിങ്ങളെപ്പോലെയുള്ള സർക്കാർ ജീവനക്കാരനടക്കം ഞങ്ങളുടെ വേലക്കാരാണ് അല്ലേ? ശമ്പളം തന്നു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്ര അഹങ്കാരം പാടില്ലെന്നാണ് ഞാനും പറയുന്നുള്ളൂ. നഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യമായിട്ട് തുറന്നു പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് തികച്ചും വ്യക്തിവൈരാഗ്യം തീർക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി വ്യക്തിവൈരാഗ്യം തീർത്ത എല്ലാ കളി ഇന്ത്യയിൽ ഈ ചിപ്പ് കണ്ടോ, ഇത് ATM കാർഡാണല്ലോ. മഹാരാഷ്ട്ര, ബാംഗ്ലൂർ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ RC ബുക്ക് കിട്ടുമ്പോഴും ലൈസൻസ് കിട്ടുമ്പോഴും അതിനകത്ത് ചിപ്പ് വെച്ചിട്ട് വേണോ? ഇപ്പം ഇതിൻ്റെ അകത്തില്ല. ഇല്ലല്ലോ. ബാക്കി എല്ലാ സ്റ്റേറ്റിലും എല്ലായിടത്തും ഒരേപോലെ ആവണ്ടേ? ലൈസൻസിൻ്റെ മാതൃക ഒരേപോലെ ആവണ്ടേ? അതോ എനിക്കിഷ്ടമുള്ള പോലെ പ്രിന്റ് ചെയ്ത് തരാമെന്നാണോ? ഇന്ത്യൻ യൂണിയൻ ലൈസൻസ് ആണ് അതിനകത്ത് കിടക്കുന്നത്. ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള അധികാരമാണ് ആ ലൈസൻസ്. അല്ലാണ്ട് കേരള സ്റ്റേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നല്ലല്ലോ പറഞ്ഞത്. ഇല്ല, ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നല്ലേ പറഞ്ഞത്? ഉറപ്പായിട്ടും. അപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെ മാതൃക വേണ്ടേ? അപ്പുറത്ത് ചെല്ലുമ്പോൾ ചിപ്പ് പിടിപ്പിച്ചു, ഇപ്പുറത്ത് വരുമ്പോൾ ചിപ്പില്ലാണ്ടും ഈ സാധനം പ്രിന്റ് ചെയ്യണതിന് പുറത്ത് ഞാൻ ഇന്നലെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ
80 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. പുറത്തെ ഏജൻസി അവർക്ക് കൊടുക്കുന്ന കരാറും പ്രകാരം 200 രൂപയാണ് കൊടുക്കുന്നത്. 100 രൂപ 140 രൂപ എടുത്തോട്ടെ, ബാക്കി 60 രൂപ ആർക്കുള്ളതാ? ബാക്കി 60 രൂപ ആർക്കുള്ളതാ? അതാണ് ആ ചോദ്യം. ഇതിവിടെ ഉള്ള അവന്മാരെ ഏജൻസിക്കും മറ്റേ മെയിൻ കൊണാണ്ടർമാർക്കൊക്കെ വീതിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഉറപ്പായിട്ടും. അത് എന്നോട് പറഞ്ഞത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥ തലപ്പത്തിരിക്കുന്ന പലരും തന്നെയാണ് എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ താങ്കൾ മനസ്സിലാക്കില്ല, RTO ഓഫീസിൽ ഒരു തസ്തിക ഇല്ലാതെ തന്നെ അവിടുത്തെ എല്ലാ ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത PSC എടുക്കാത്ത ഒരു പബ്ലിക് വന്നിട്ട് അതിൻ്റെ അകത്ത് സർവ്വ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട്. അത് തന്നെ ഞാൻ RTO ഓഫീസിലാണ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അവനെ പോലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കഴിച്ചിരിക്കുന്നത്. നമ്മളടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും ദൂർത്തടിക്കുക, ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാറ് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഉദ്യോഗസ്ഥ കമ്മീഷൻ മേടിക്കുക എന്ന് പറയുന്ന നാറിത്തരത്തിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്നിട്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ വകുപ്പും ന്യായവും എനിക്കറിയാവുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ പിടിച്ച് 353 കേസെടുത്ത് കഴിയുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രതികരിക്കുന്ന ശൈലി ഇനി അങ്ങോട്ട് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഞാൻ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വകുപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി. ഞാൻ ഇനി ശക്തമായിട്ട് തന്നെ നിൽക്കാനാണ് എൻ്റെ തീരുമാനം. ഇപ്പം എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ്. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടും ഒരു ശബ്ദം ഉയർത്താം എന്നല്ലാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ലാണ്ട് ഞാൻ അതുകൊണ്ട് ജനാഭിപ്രായം തേടി തന്നെ ഞാൻ നിൽക്കാനാണ് തീരുമാനം. അതിൽ താങ്കൾ ജയിക്കും. കാരണം ജനങ്ങളുമായിട്ട് ഈ ഒരു രീതിയിൽ ഒരു വാർത്താ വിനിമയം നടത്തി അവരുടെ സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ചേട്ടനിപ്പോൾ സർക്കാർ ഓഫീസിൽ ജോലി എടുക്കുന്നു, ചേട്ടന് സംഘടനയുണ്ട് ഇല്ലേ? ആ സംഘടനയുടെ തലപ്പത്തോട്ട് ചേട്ടൻ ഒരാളെ അല്ലെങ്കിൽ ആ പാർട്ടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ സംഘടന നിയമിക്കുന്ന ഒരാൾ വരും. അയാൾ കള്ളനാണോ പുണ്യാളാണോ എന്ന് നിങ്ങൾക്കറിയോ? അറിയില്ല. അവർ പറയുന്നു, നിങ്ങൾ അവരെ ജയിപ്പിക്കുന്നു, അവരെ നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം. ഇപ്പം മറ്റേ കള്ളൻ നിൽക്കുന്ന അതേ പോസ്റ്റ് ഇപ്പുറത്ത് വരുമ്പോൾ മറ്റേ വേറെ കള്ളൻ ചെയ്തു ആവർത്തിച്ച് മുന്നോട്ട് പോകും. അല്ലാണ്ട് ജനങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടിയേക്കണം? ഇപ്പോൾ 20 MP പാർലമെൻറ്റിലേക്ക് പോയി. ഒരെണ്ണം ചുവന്ന കൊടിയും ബാക്കിയെല്ലാം ത്രിവർണ്ണ കൊടിയാണ്. മുന്നിൽ പോകുന്ന ആൾ ഒരു കൊടി വീശിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള 19 പേരും കൂടി ഹൈമാസ് ലൈറ്റ് കൊണ്ടുവരാനല്ലല്ലോ ഞാൻ ഈ പറയുന്ന ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും അടക്കം ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇവരെ കൊണ്ടുപോയി അങ്ങോട്ട് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത് ഹൈമാസ് ലൈറ്റ് തല ചുമന്നുകൊണ്ടുവരാനാണോ? ഇവിടെയുള്ള ഹൈമാസ് ലൈറ്റ് അല്ലാണ്ട് വേറെ എന്ത് വികസനമാണ് ഇവിടെ MP കൊണ്ടുവന്നിട്ടുള്ളത്? ജനങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? പറഞ്ഞു. ഒരു ഗുണമില്ല, ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം MLA-മാരെ കൊണ്ട് മന്ത്രിമാരെ കൊണ്ട് ഒരു പ്രയോജനവും ജനത്തിന് ഒരു പ്രയോജനവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾ സർക്കാർ ജീവനക്കാരനാണ്. ആണേ? അത് തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. കിട്ടിയിട്ടില്ല ഉറപ്പായിട്ടും. ഇപ്പോഴും ജനങ്ങൾ എന്താ വിചാരിക്കണ? ഓ അവൻ പോയി, അടുത്തവൻ വരും, അടുത്തവനെങ്കിലും ഇനിയെങ്കിലും നന്നാക്കുമായിരിക്കും. ഒരു പ്രതീക്ഷയാണല്ലോ. ആ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ആ ഉദ്യോഗസ്ഥന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണം. കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടായ അയാൾക്ക് പണിയാത്ത പണിതു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പേരിൽ കുറച്ച് കാശൊക്കെ അടിച്ച് പറ്റി പോക്കറ്റിലൊക്കെ ഇട്ട് സുഖമായിട്ട് പുള്ളി അങ്ങോട്ട് പോയി. അപ്പം അടുത്തവൻ വന്നേക്കുക. അടുത്തവൻ വന്നപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കണക്കൊക്കെ വെച്ചേക്കണേയുള്ളോ, പരിപാലിക്കണമല്ലോ. ഇങ്ങേരെന്ത് പറഞ്ഞു? എനിക്ക് വാങ്ങാത്തൊരു സ്വിമ്മിംഗ് പൂൾ വേണ്ട, പണിയാതെ പണിതു എന്ന് പറഞ്ഞ് കാശ് മേടിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ പണിയാത്ത സാധനത്തിന് അത് മൂടാൻ വേറെ കാശ് മേടിച്ച് അദ്ദേഹവും പോയി എന്ന് പറഞ്ഞ പോലെയാണ്. മുൻപ് ഇരുന്നവനെ നമ്മൾ മാറ്റുന്നു, അടുത്തവനെ കൊണ്ടുവന്ന് വെക്കുന്നു. അതിനേക്കാളും വലിയ കള്ളനായി ഈ തവണ മത്സരിക്കുന്നവനല്ല അടുത്ത തവണ മത്സരിക്കുന്നു. വാർഡിൽ പോലും നിൽക്കത്തില്ല. ഉണ്ടാവില്ലോ, ഉറപ്പാണല്ലോ. ഇപ്പം ജനവിധി ചോദിച്ചേക്കണം ചാലക്കുടി മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കണോ വേണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചേക്കണത്. ചാലക്കുടി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഒരാളെ നിർത്തി. ജയിച്ചത് തോറ്റോ ആരും ആയിക്കോട്ടെ, ജയിച്ച ആളെയും കണ്ടിട്ടില്ല, തോറ്റ ആളെയും കണ്ടിട്ടില്ല. നിങ്ങളുടെ മണ്ഡലത്തിലോട്ട്, നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ പറ, നിങ്ങൾ ജയിച്ചവരെയും തോറ്റവരെയും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല? കാണൂല. ആ മണ്ഡലത്തിൽ, ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആകപ്പാടെ കാണുന്നാരാ? ഇവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ചിങ്കിടിമാരുണ്ട്. അപ്പോൾ ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ കൊടുക്കുന്നതല്ല. നമ്മൾ കൊടുക്കുന്നതിന്റെ നെഗറ്റീവ് ആയിരിക്കും അവിടെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. അവർ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, MP പോലും അല്ല MLA പോലും ഈ പറയുന്ന മണ്ഡലത്തിൽ വന്ന് യഥാർത്ഥ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു വേണ്ടാന്നേ
MP ജയിച്ചത് പോട്ടെ, ജയിച്ച ആൾ വരണമല്ലോ, തോറ്റ ആൾ വരണമല്ലോ. വേണം. ഭരണപക്ഷത്ത് ജയിക്കുന്നത് തോൽക്കുന്നത് കളിയുടെ ഭാഗമാണ്, സ്വാഭാവികമാണ്. തോറ്റ് കഴിഞ്ഞാലും പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ലേ? ഉറപ്പായിട്ടും. ആ പ്രതിപക്ഷത്തിരിക്കണ ഒരു പോലും എന്തി അവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ തോറ്റവനും ജയിച്ചവനും പിന്നെ ഒന്നായി പോയി. തോറ്റ് കഴിയുമ്പോൾ തോറ്റവനും പോലും പ്രതിപക്ഷത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ തെറ്റാണെങ്കിൽ? അതുപോലും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ഞാൻ അധികാരത്തോടെ വന്ന് ഞാൻ ചോദ്യം ചെയ്യാനാണ് നിങ്ങളുടെ തലപ്പത്തിരുന്ന് തന്നെ ഞാൻ ചോദ്യം ചെയ്യും. സാറി പറഞ്ഞില്ല 60 രൂപ എന്താന്ന് ചോദിച്ചില്ലേ? ഈ 60 രൂപയിൽ 30 രൂപ 20 രൂപ പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടി വരും. കാരണം അവൻ വായടച്ച് വെച്ചെങ്കിലല്ലേ മറ്റവന് സമാധാനപരമായിട്ടിരുന്ന് എന്തെങ്കിലും അടുത്ത അഴിമതി ചെയ്യാൻ പറ്റുമോ? അപ്പം പ്രതികരിക്കരുത്. ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിലില്ലേ, പ്രതികരിക്കുകയാണെങ്കിൽ കുറെ കൂടിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നീതി കിട്ടും. പ്രതികരിക്കാൻ പാടില്ല. ഇവിടെ ഭരണവും പ്രതിപക്ഷവും എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ട. ഇന്ത്യയിൽ മൊത്തം എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്ന് അറിയോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഏകദേശം 2000-ന് മുകളിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ 2000 രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തേക്കണം. കേരളത്തിൽ മാത്രം എത്ര പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. 50-ന് മുകളിലുണ്ടോ? ഉണ്ടോ? ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് മത്സരിക്കാൻ വന്നിട്ടുണ്ടോ? പലരും എന്താ ചെയ്യണം? ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ട് ഉണ്ടാക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നും പറഞ്ഞ് കുറേ മെമ്പർമാരെ അങ്ങോട്ട് കൂട്ടിയിട്ട് ശക്തരായ രാഷ്ട്രീയ പാർട്ടികളുടെ പിറകെ പോയിട്ട് അവരുടെ ഒപ്പം പോയിട്ട് അണ്ണി ചേർന്ന് പുറകിൽ നിൽക്കലല്ലേ ഇവരുടെ പണി? അതെ. ആണോ? അഥവാ ഇലക്ഷൻ വന്നാലും മറ്റവർ വന്ന് വിലക്കെടുക്കുകയും ചെയ്യും. ആണേ, ഇതാണ് ഇവിടുത്തെ കച്ചവടം. ഒരു 3 ശക്തനായ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരുടെ പുറകിലോട്ടുള്ള സംഘടനകൾ, അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ പുറകിലോട്ടുള്ള സംഘടനകൾ എത്രണ്ണോ? ബാക്കിയുള്ള തുക്കട ചെറുകിട 10 പേരുണ്ടെങ്കിൽ 10 പേരും പോഷക സംഘടനയായിട്ട് നിൽക്കുക. പോഷകങ്ങൾ കൊടുക്കുന്നവരാണ്. എന്നിട്ട് ഇവരാണ് നമ്മുടെ നാട് ഭരിക്കും, ഇപ്പം ശരിയാക്കി തരും എന്ന് പപ്പു പറഞ്ഞ പോലെ ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന ഇതേപോലെയുള്ള രാഷ്ട്രീയ കച്ചവടങ്ങൾ കൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള സർക്കാർ ജീവനക്കാരൻ അഴിമതികൾ തകൃതിയാക്കി നടത്തുന്നത്. അല്ല, നിങ്ങൾ സർക്കാർ ജീവനക്കാരൻ, നിങ്ങളെ പേഴ്സണലി പറഞ്ഞതല്ല, സർക്കാർ ജീവനക്കാരൻ എന്നുള്ളത് കൊണ്ട് പൊതുവേ പറഞ്ഞു. 1000 തക്കാളിയിൽ ഒരു തക്കാളി മതി ചീഞ്ഞത്, അത് മുഴുവനും ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഞാൻ സത്യസന്ധനായതുകൊണ്ടാണ് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഹൈക്കോടതി കയറി ഇറങ്ങി നടക്കുന്നത്. കാരണം ഞാൻ ജനപക്ഷമാണ്. മിനിമം ഒരു 3-4 വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മനുഷ്യനാണെന്നറിയാം. പക്ഷേ അത് എല്ലാവർക്കും തിരിച്ചറിയാം. പക്ഷെ അങ്ങനെ ശബ്ദിച്ച് അദ്ദേഹം മേലോട്ട് വന്നാൽ അത് ഇവിടുത്തെ ഈ ഇതേപോലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയൊരു എന്താണ് അതിന് പറയുന്നത്, ഒരു ഭീഷണിയായിട്ട് മാറും. അതിന് അദ്ദേഹത്തിൻ്റെ വായിൽ അരിയും പൂവ് ഇടുക, അദ്ദേഹത്തിൻ്റെ വായടക്കുക, അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ ജാമ്യമില്ലാത്ത വകുപ്പ്, ഇതൊക്കെ വെറുതെ വൃത്തികെട്ടൊരു വകുപ്പുകളാണ്. ഇതൊക്കെ ഔദ്യോഗിക എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 25 വർഷം സർവീസുള്ളൊരു സാധാരണഗതിയിൽ എന്താ ചെയ്യണം? ഇപ്പം നമ്മൾ 2 പേരും അല്ല, പുറത്തുനിന്ന് ഒരുത്തനാണ് എൻ്റെ അവസ്ഥ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും? അവൻ 2 ആമറെടുത്തോണ്ട് വന്ന് 2 കാലം തല്ലി ഓടിക്കും ഇല്ലേ? ഇല്ലെങ്കിൽ അവനകത്ത് പോകും. പ്രതികരിക്കുന്നവനാണ് എങ്ങനെയെങ്കിലും പ്രതികരിക്കും. ഞാൻ അന്ന് ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ആയുധം ഇതാണ്, ഇത് വെച്ച് തന്നെ ഞാൻ നേരിടും. ഇതാണ് ഈ പറയുന്ന ഈ ഒരു പേനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കിയ താങ്കൾ പോലത്തെ ആൾക്കാരുടെ, ഞങ്ങളെപ്പോലത്തെ അല്ല എന്നെ പോലത്തെ കുറെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും ചെയ്യുന്നവരല്ല, നല്ലവരുണ്ട്, സത്യസന്ധരായ. അതുകൊണ്ടല്ലേ ഇതിൻ്റെ 200 രൂപയുടെ കണക്ക് ആ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് എനിക്കതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അടക്കം കൊണ്ടുവന്ന് തന്നിട്ട് എന്നോട് ഈ കഥ പറഞ്ഞത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളല്ല. അതെ. അപ്പോൾ അവിടെ ആ മേലുദ്യോഗസ്ഥന്റെ ഭീഷണിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരാളാണത്. ചേട്ടനടക്കമുള്ളവർ എന്നോട് സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഉണ്ടോ? കാരണം ഞാൻ ചെയ്യുന്ന നിലപാടുകൾ ശരിയാണ് എന്നുള്ളത് കൊണ്ടാണ് ചേട്ടനെ പോലെയുള്ള സർക്കാർ ജീവനക്കാരൻ ഇപ്പോഴും എനിക്ക് എന്ത് തരുന്നത്, രേഖകൾ കൊണ്ടുവന്ന് വരുന്നതും ഡോക്യുമെന്റ്സുകൾ കളക്ട് ചെയ്ത് വരുന്നതും, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ കേസുകളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ പറ്റിയല്ല. കാരണം ഞാനൊരു സർക്കാരിന്റെ വേലക്കാരനാണ്. അതെ, ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയും അതിൻ്റെ കാലത്ത് കുറേ വകുപ്പുകളായിട്ട് കുറേ മന്ത്രിമാരെ അവിടെ പണ്ടാരെ അവിടെ ഇട്ടിട്ടുണ്ട് ഇല്ലേ? നിങ്ങളുടെയൊക്കെ തലപ്പത്താണ് ആ മന്ത്രി ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ താഴ്ത്തിരിക്കുന്ന വകുപ്പ് മന്ത്രിമാർ. അവർ നേരെ ചൊവ്വേ നിങ്ങളുടെ ഓഫീസുകളിൽ വന്ന് പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുമോ? അതിന് മന്ത്രിമാർ വന്നൊന്നുമില്ല. അതിൻ്റെ അഡീഷണൽ സെക്രട്ടറിമാരുണ്ടല്ലോ, ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തു
അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ട്. ഇനി അതിൻ്റെ താഴ്ത്തുണ്ട് പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്, ജില്ലാ കളക്ടറുടെ കീഴിൽ അതേപോലെ തന്നെ സീക്രട്ട് സെക്ഷൻ പേരുണ്ട്, അഡീഷണൽ കളക്ടർമാരുണ്ട്, ഒരുപാട്. ഇവരെ വെച്ചിട്ട് ആ ജില്ലയിലെ പ്രവർത്തനങ്ങൾ നോക്കിച്ചാലും ഈ പറയുന്ന ഓഫീസുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കും ഇല്ലേ? അപ്പോൾ അധികാരം കിട്ടി ജനങ്ങളുടെ മുന്നിൽ നിന്നും വോട്ട് മേടിച്ചിട്ട് ഇവരൊക്കെ പോകുന്നത് സൗജന്യ വിമാനയാത്രയ്ക്കും സൗജന്യ ട്രെയിൻ ടിക്കറ്റിനും വീടുകളുടെ മുന്നിൽ ഒരു MP എന്ന് പറയുന്ന ആ പോസ്റ്റിൽ ഒരു കസേര അല്ലെങ്കിൽ ആ വണ്ടി വീടിൻ്റെ മുറ്റത്ത് കൊണ്ടിടാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ജനങ്ങളെ സേവിക്കാനൊന്നും അല്ല ഈ കള്ളന്മാരൊന്നും ജന പിന്തുണ തേടുന്നതും ഇവരിൽ നിന്നും മത്സരിക്കുന്നത്. ഈ തവണ നിന്ന് മത്സരിച്ചു, അടുത്ത തവണ അവനെ കാണൂല, വേറെ ആളെ കാണും, വേറെ ആളെ കൊണ്ടുവന്നു. ഒരു കാര്യം കൂടി ഉണ്ട് സാറേ, പിന്നെ ഈ അതിനാണല്ലോ പണ്ട് കാട്ടിലെ തടി ജനങ്ങളുടെ പണം ഇവരെടുത്ത് ദൂർത്തടിക്കുന്നു, പുട്ടടിക്കുന്നു, ഇതേപോലെ കള്ളക്കേസും കൊടുത്ത് അകത്തിടുക. അല്ലെങ്കിൽ താങ്കളെ പോലത്തെ ഒരു അല്പം ശക്തനായത് കൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഇവിടെ നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും റിമാൻഡിൽ കിടക്കേണ്ട ആളാണ്. ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ആ ഗാന്ധിജിയോട് നിങ്ങൾ സർക്കാർ ജീവനക്കാരൻ കാണിക്കുന്നത് ഇത് തന്നെയായിരിക്കും. അതില് ഒരു സംശയവും വേണ്ട. ഈ ഗാന്ധിയുടെ പടമുള്ള ഫോട്ടോ വെച്ചാണല്ലോ ഈ പരിപാടി എടുത്തത്. അല്ല, ഇവന്മാര് കൈക്കൂലി മേടിക്കുന്ന നോട്ടിൽ തന്നെ ഇല്ല ഇത്. അതെങ്കിലും കാണാൻ പോലും അല്പമെങ്കിലും ഒരു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് അതേപോലത്തെ 100 കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർ താങ്കൾക്ക് പരസ്യമായിട്ടും രഹസ്യമായിട്ടും താങ്കളെ പിന്തുണയ്ക്കുന്നുണ്ട്. ധൈര്യപൂർവ്വം ഇതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ 2014 ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ യുദ്ധം ചെയ്യണം എന്തുകൊണ്ടാ? ഈ അഴിമതിക്കാരായ കാട്ടുകള്ളന്മാരെ പറഞ്ഞു വിടണം, ഒന്നെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ കൊടുത്ത് തീർപ്പുണ്ടാക്കണം. അതിന് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഒരുത്തൻ്റെയും കാല് പിടിച്ച് ഒരുത്തൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് വേണ്ട. ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥകൾ മുഖാന്തരം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നാൽ മതിയെന്നേ. അതുകൊണ്ടാണ് താങ്കൾ ധീരനെ പോലെ സത്യസന്ധമായ നേർക്ക് നേരെ പോരാടുന്നത്. ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെതോ കുറേ പണക്കാരൻ്റെയോ പിൻബലത്തോടു കൂടി പറഞ്ഞ് വിളിച്ചിട്ട് മറ്റു രീതിയിൽ, അത് ഞാൻ പേര് പറയുന്നില്ല, ചെന്ന് വെറുതെ ഒരു ആക്ഷൻ കാണിച്ചു വരുന്ന ഒരാളല്ല അദ്ദേഹം. നീതി തേടി, സത്യങ്ങൾ തേടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു RC ബുക്ക് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ച് പറയാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്കും ഒരു അനുഭവമാകരുത്, മറ്റുള്ളവർ ഇതിൻ്റെ അത് ബലിയാടാവരുത് എന്ന ഒരു നല്ല ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇത്തിരി ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഉള്ളവൻ എന്ത് ചെയ്യും? ആ MP-നെ വിളിച്ചിട്ട് MLA-നെ വിളിച്ചിട്ടും അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ദേ അവൻ്റെ RC ബുക്ക് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയും ഇല്ലേ? അതെ അതെ, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനും ഇവിടെ ഉള്ള സാധാരണക്കാരായ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീട് കഴിയാത്ത അവനൊക്കെ അവിടെ ചെല്ലുമ്പോൾ 353 എടുത്ത് പ്രയോഗിച്ച് അങ്ങോട്ട് കൊടുക്കാനായിട്ട് ജനങ്ങളെ സേവിക്കാനിരിക്കണവനല്ലേ അവൻ. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജനങ്ങളെ നിർത്തിയേക്കണം. അപ്പം ഞാനടക്കം എൻ്റെയൊക്കെ പണിക്കാരനാണ് അവൻ. നേരെ ജോലി എടുക്കണം. ജോലി എടുത്തില്ലെങ്കിൽ ജോലി എടുപ്പിക്കാൻ എനിക്കറിയാം. അവനെ കൊണ്ട് ഞാൻ കൃത്യമായിട്ട് ജോലി എടുപ്പിക്കും. അത് എനിക്കിപ്പോൾ അധികാരം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അധികാരം ചോദിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി ചെന്നേക്കണം. എനിക്ക് അധികാരം തരുമോ എന്ന് ചോദിച്ചത്. ഓക്കെ, എന്തായാലും ഞങ്ങൾ താങ്കളുടെ കൂടെ താങ്കളുടെ പോരാട്ടങ്ങൾക്ക്, ഈ സത്യസന്ധമായ നീതിപരമായ ഈ പോരാട്ടങ്ങൾക്ക് ഞങ്ങളെപ്പോലത്തെ കുറേ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ അവഗണന, ഇതേപോലത്തെ നിരപരാധികളായ ഏറ്റവും കൂടുതൽ കേരള പോലീസിൽ ആത്മഹത്യ ചെയ്ത് ഈ 2020 മുതൽ 24 വരെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റും ഒളിച്ചോടിപ്പോക്ക്. CI അപ്പുറത്ത് നിന്ന് ഭയങ്കര പ്രഷർ കൊടുക്കും. അപ്പുറത്ത് 100 പേരെ കള്ളു കുടിച്ച് പിടിച്ചില്ലെങ്കിൽ അപ്പം തന്നെ സസ്പെൻഷൻ. ഇതൊക്കെ വന്നിട്ട് എത്ര SI-മാര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് എത്ര പേര് ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് എത്ര പേര് ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. പഞ്ചായത്ത് പാലക്കാടിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഒളിച്ചോടിപ്പോയിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മുണ്ട് ഉടുക്കാൻ മാത്രമല്ല എനിക്ക് നന്നായിട്ട് മുണ്ട് മടക്കി കുത്താനും അറിയാം. വേണ്ടി വന്നാൽ 2 ചവിട്ടും കൊടുക്കാൻ എനിക്കറിയാം. അത് എൻ്റെ ശൈലി അല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ആയുധം എന്ന് പറഞ്ഞത് പേനയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും ഇവിടെ കോടതി, നീതിന്യായ കോടതികളില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് 353 നിങ്ങൾ വെറുതെ എടുത്തിട്ട് നിങ്ങളുടെ ചെയ്യാത്ത ജോലിക്ക് നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാൻ വെച്ച കുപ്പായങ്ങൾ കുറേ ഉണ്ട്, ഒരുപാട്. 1957 57 മുതൽ ഇങ്ങോട്ടുള്ള ഹിസ്റ്ററികൾ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. പല ഗസറ്റുകളും പല നോട്ടിഫിക്കേഷനുകളും പല ജിയോയും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പണിയൊക്കെ ഞാൻ തിരിച്ചും തരാം.
ഓക്കെ, കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. ഓക്കെ, സന്തോഷമുണ്ട്. ശരി. ആ നിന്ന മനുഷ്യൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആണ് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ബാക്കി എവിടെയാണെങ്കിലും ഈ 353 എന്ന് പറയുന്ന ഒരു അലങ്കാര വസ്തു പതിച്ചു കിട്ടിയിരിക്കുന്നത് ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാക്കി കൊടുത്ത ഒരു നിയമമാണ്. ഇതിനെയൊക്കെ കൃത്യമായിട്ട് എടുത്തു കളഞ്ഞ് ഇതുപോലെയുള്ള നാറിയ ഉദ്യോഗസ്ഥനെയൊക്കെ കൃത്യമായിട്ട് ശിക്ഷിക്കണമെങ്കിൽ ആ 353 എന്ന് പറയുന്ന വകുപ്പ് എടുത്ത് അങ്ങനെ തന്നെ റദ്ദ് ചെയ്ത് കളയണം. അതിനല്ലേ നമ്മളിവിടെ പാർലമെൻറ്റിലേക്ക് ഈ കേരള സംസ്ഥാനത്തിൽ നിന്ന് 20 MP അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. 140 MLA കേരള സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടതും ഇതിനു വേണ്ടിയിട്ടല്ലേ. ഇവരൊക്കെ എപ്പോഴെങ്കിലും നിയമം ഉണ്ടാക്കിയോ? എന്നെയും നിങ്ങളെ അടക്കം സംരക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു ഉത്തരവ് ഇവർ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇവരൊന്നും ഈ ജനപ്രതിനിധികളൊന്നും ജനങ്ങളെ സേവിക്കാനല്ല, സർക്കാർ ജീവനക്കാരൻ്റെ അഴിമതി നടത്തുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് പറ്റാൻ വേണ്ടി മാത്രം അധികാരത്തിൽ പിടിച്ചു കയറുന്ന ഈ ഇത്തിക്കണ്ണികളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ പ്രതികരിക്കും, ശക്തമായിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.